എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് മാത്രമല്ല, ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സൻ്റെ കരിയറിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയധികം ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ കൂടുതലായിട്ടും ആ പേഴ്സൺ എനർജി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ പേഴ്സൺ ശ്രദ്ധിച്ചിരിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിലാണ്, അല്ലെങ്കിൽ ശ്രദ്ധ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പേഴ്സൻ്റെ കരിയറിലാണ്. ആ പേഴ്സൺ വളരെയധികം തിരക്കിലാണ്. ആ പേഴ്സൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ വളരെയധികം തിരക്കിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ഇത്രത്തോളം തിരക്കുണ്ടായിട്ടും, ഇത്രത്തോളം ആ പേഴ്സൺ തിരക്കിലായിട്ടും, ആ പേഴ്സൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ തിരക്കിലായിട്ട് കൂടി എന്നിട്ട് പോലും ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നിട്ടില്ല. ഇത്രത്തോളം തിരക്കിലായിട്ടും, ഇത്രത്തോളം ആ പേഴ്സൺ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല. എത്ര ബിസി ആണെങ്കിലും, ആ പേഴ്സൺ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ പിണക്കമൊന്നും മാറിയിരുന്നെങ്കിൽ, നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ആ പേഴ്സൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് എല്ലാം മറന്നിട്ട് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിച്ചെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇനിയും ഉണ്ടാകണം. ഇനി ഇല്ലായിരുന്നെങ്കിൽ ഇനിയെങ്കിലും ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ അത് ഇനി ഉണ്ടാവണം. ഇനി ഉണ്ടായിരുന്നെങ്കിൽ അത് ഇനിയും തുടരണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റെബിലിറ്റി ഇനിയും തുടരണം എന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ആ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പേഴ്സൺ കരിയറിൽ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ കരിയറിലായിരിക്കാം ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളും നിങ്ങളിൽ തന്നെ ആയിരിക്കാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് മാത്രം എപ്പോഴും ഓർത്തിരിക്കുകയല്ല. നിങ്ങൾ നിങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആ പേഴ്സൺ ഒത്തിരി സന്തോഷമാണ്. പക്ഷേ എന്ന് കരുതി നിങ്ങൾ ആ പേഴ്സണെ മറക്കണമെന്ന് ആ പേഴ്സൺ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ നിങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചോളൂ. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ആ പേഴ്സണെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സണെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും, ആ പേഴ്സണിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും, അതോടൊപ്പം തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും ആ പേഴ്സണെ ഓർത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളും ആ പേഴ്സണെക്കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പേഴ്സൻ്റെ കരിയറിലും ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ വളരെ വലിയൊരു വിജയം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സന്തോഷ വാർത്ത
അതായത് ആ ഒരു സന്തോഷം അത് നിങ്ങളോട് പറയാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു വിജയം ആ പേഴ്സൻ്റെ കരിയറിൽ ലഭിച്ചു, അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സണ് നേടാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സണെ കുറിച്ച് ഇടയ്ക്കെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ മറക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കരുത് എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ആ പേഴ്സണെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇത്രത്തോളം ആ പേഴ്സൺ തിരക്കിലായിട്ട് കൂടി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ പേഴ്സൺ അത്രത്തോളം നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പേഴ്സണെ മറക്കരുത് എന്നും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മറക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ മറക്കരുതെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നോക്കുന്നത് ആ പേഴ്സൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെ മറക്കരുത് എന്നാണ്. മറക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ എന്ത് നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിച്ചാലും, നിങ്ങളുടെ കരിയറിൽ നേടിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചാലും അതെല്ലാം നേടിയെടുക്കാൻ കഴിയും നിങ്ങൾക്ക്. കാരണം നിങ്ങൾ അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളാണ്, അത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.